അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ആത്മീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് ആളുകൾക്കിടയിൽ ചർച്ചകളും ആലോചനകളും വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണ്. ആത്മീയമായ രംഗത്ത് എല്ലാ സമുദായങ്ങളിലും ഉന്മേഷങ്ങളും ആവേശങ്ങളും ധാരാളമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ പലപ്പോഴും ആത്മീയതയെ തങ്ങളുടെ സ്വകാര്യമായ ചൂഷണങ്ങൾക്ക് വേണ്ടി വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്ന വളരെ അപകടകരമായ ഒരവസ്ഥ വർത്തമാനകാലത്ത് സംജാതമായിക്കൊണ്ടിരിക്കുന്നു. മതത്തിൻ്റെ പേരിൽ ആത്മീയതയുടെ മറവിൽ സാമ്പത്തികമായ ലാഭങ്ങൾക്ക് വേണ്ടിയും രാഷ്ട്രീയമായ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യരെ പരസ്പരം അകറ്റാനും അവർക്കിടയിൽ അനൈക്യങ്ങളും വിദ്വേഷങ്ങളും വളർത്തിയെടുക്കാനും നാട്ടിലും സമൂഹത്തിലും നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷങ്ങളെ തകർക്കാനും എല്ലാമുള്ള ശ്രമങ്ങൾ ഇന്ന് വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താണ് മതമെന്നും എന്തിനാണ് ആത്മീയത എന്നും നാം കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യ ജീവിതത്തിൽ നെറികേടുകൾ ധാരാളമായി നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ശരിയേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത, നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് വ്യവച്ഛേദിച്ച് തിരിച്ചറിയാൻ സാധിക്കാത്ത, ഏതു വലിയ തിന്മയും നന്മയായി അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ശരിയുടെ, നന്മയുടെ, ധർമ്മത്തിൻ്റെ, നീതിയുടെ എല്ലാം ശബ്ദങ്ങൾ പലപ്പോഴും ദുർബലപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് നമ്മുടെ സമൂഹത്തെ, നമ്മോടൊപ്പം ജീവിക്കുന്ന വർത്തമാനകാലത്തുള്ള നമ്മുടെ സഹോദരങ്ങളെ മാനവികമായ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗം എന്താണ്? ലോകത്തുള്ള ഏത് പുസ്തകം പഠിപ്പിച്ചാലാണ്, ലോകത്തുനിന്ന് നിലനിൽക്കുന്ന ഏത് ആദർശം ആളുകളുടെ കാതുകളിലെത്തിയാലാണ്, എന്തൊരാശയത്തിലേക്ക് മനുഷ്യരുടെ മനസ്സ് പരിവർത്തിപ്പിക്കപ്പെട്ടാലാണ് മാനവികമായ സൽഗുണങ്ങൾ നമുക്ക് വീണ്ടെടുക്കാനാവുക? ജന്തുലോകത്ത് മനുഷ്യർ എന്ന വ്യത്യസ്തമായ അസ്തിത്വമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം മാനവികമായ സൽഗുണങ്ങൾ നിലനിർത്തുന്നതിന് ദൈവികമായ അധ്യാപനങ്ങളിലൂടെ തന്നെ സാധിക്കുകയുള്ളൂ. ലോകത്തിന്നോളമുള്ള മനുഷ്യൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായി മനസ്സിലാവുകയും ബോധ്യപ്പെടുകയും ചെയ്യും. പക്ഷെ പലപ്പോഴും ആത്മീയമായ ആ നന്മയിലേക്ക്, ശരിയിലേക്ക് മടങ്ങുന്നതിന് നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കുന്നത് പലപ്പോഴും വലിയ അജ്ഞതകളാണ്. മതങ്ങളെക്കുറിച്ചും വേദഗ്രന്ഥങ്ങളെക്കുറിച്ചും ആത്മീയമായ അധ്യാപനങ്ങളെക്കുറിച്ചും ആളുകൾക്കിടയിൽ നിലനിൽക്കുന്ന അപകടകരമായ രീതിയിലുള്ള അറിവില്ലായ്മകൾ, അത് നമുക്കിടയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല. തീർച്ചയായും അതിനുള്ള പരിഹാരം എന്ന നിലക്ക് എന്താണ് ആത്മീയത എന്ന് കൃത്യമായി അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് പഠിക്കുന്ന, എന്താണ് ആത്മീയത എന്ന് അതിൻ്റെ ആഴങ്ങളിൽ ചെന്ന് അന്വേഷിക്കുന്ന ഒരവസ്ഥ നമുക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട്. രാഷ്ട്രീയമായ ലാഭങ്ങൾക്ക് വേണ്ടിയും സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും മനുഷ്യർക്കിടയിൽ പരസ്പരം വിരോധങ്ങളും വിദ്വേഷങ്ങളും വളർത്തിയെടുക്കുന്ന ആളുകൾ യഥാർത്ഥത്തിലുള്ള മതത്തെ, യഥാർത്ഥത്തിലുള്ള ആത്മീയതയെ മറച്ചു വെക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് ജീവിക്കുന്ന മാനവ സമൂഹത്തിന് മുഴുവൻ ആരാധിക്കാനും പ്രാർത്ഥിക്കാനുമുള്ള ശക്തി സർവശക്തനായ പ്രപഞ്ചരക്ഷിതാവായ ഏകനായ ദൈവം തമ്പുരാനാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആളുകളെ വിഭാഗങ്ങളാക്കാനും കക്ഷികളാക്കാനും പരസ്പരം ശത്രുക്കളാക്കാനുമെല്ലാം സൃഷ്ടിപൂജയും അതിനോടനുബന്ധമായ ആരാധനാരീതികളും ലോകത്ത് പഠിപ്പിക്കപ്പെടുകയാണ്. ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന ഏത് നാട്ടിലായാലും, ഏത് പ്രദേശത്തായാലും, ഏത് കുടുംബത്തിലായാലും ലോകത്ത് ജനിച്ച് ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരും
ഏകനായ ഒരു സൃഷ്ടാവിൻ്റെ സൃഷ്ടികളാണെന്നും അവരെല്ലാവരും ആരാധിക്കേണ്ടതും അവരെല്ലാവരും പ്രാർത്ഥിക്കേണ്ടതും സർവശക്തനായ ഏകനായ ദൈവത്തെയാണ് എന്നുമാണ് ലോകത്തുള്ള മതങ്ങളുടെ കാമ്പ് മനുഷ്യനെ പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും നമുക്കിടയിൽ ആചാരങ്ങളും ആരാധനകളും അനുഷ്ഠാനങ്ങളും ഉണ്ടായി. പല രൂപത്തിലുള്ള മനുഷ്യനിർമ്മിതമായ മതങ്ങൾ പല കാലങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ പേരിൽ ആളുകൾ ആ മതങ്ങളെ മതിൽക്കെട്ടുകളാക്കി പരസ്പരം ശത്രുക്കളാകുന്ന സാഹചര്യങ്ങളുണ്ടായി. നമുക്കൊരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. ലോകത്തുള്ള മനുഷ്യ സമൂഹം ഒന്നടങ്കം ഒരൈക്യത്തിലേക്ക്, സാഹോദര്യത്തിലേക്ക്, സമാധാനത്തോടു കൂടെയുള്ള ഒരു ജീവിതത്തിലേക്കുള്ള തിരിച്ചുപോക്ക് നിർബന്ധമാണ്. അതിനെന്തു വേണം എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുക. യഥാർത്ഥത്തിലുള്ള ദൈവികമായ സ്രോതസ്സിൽ നിന്ന് മതത്തെ അറിയാനും പഠിക്കാനും പരിശ്രമിക്കുക എന്നത് തന്നെയാണ് അതിനുള്ള മാർഗമെന്ന് പറയുന്നത്. നമ്മൾ ഈ നാട്ടുകാർ, മലയാളികൾ ഒരുപാട് പാരമ്പര്യങ്ങളുള്ളവരാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പൈതൃകങ്ങളുണ്ട്, ഒരുപാട് പഴക്കങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന, മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന, സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സൗഹാർദ്ദവും ഒരു സുപ്രഭാതത്തിൽ യാദൃച്ഛികമായി ഉണ്ടായതല്ല. കാലങ്ങളായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമാധാനത്തെയും സൗഹാർദ്ദത്തെയും മാനുഷികമായ ഐക്യങ്ങളെയും ബന്ധങ്ങളെയും ഒക്കെ തകർക്കുന്നതിന് ആരൊക്കെയോ ബോധപൂർവം ശ്രമിക്കുകയും ഇടപെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്കിടയിൽ പരസ്പരം സന്തോഷത്തോടുകൂടെ, സമാധാനത്തോടുകൂടെ, മനുഷ്യർ എന്ന നിലക്ക് പരസ്പരം സാഹോദര്യത്തോടുകൂടെ ഇടപെടാനുള്ള, സഹവസിക്കാനുള്ള സാഹചര്യം നമുക്കിടയിൽ നിലനിൽക്കണം. അതിന് നാം തുറന്ന് സംസാരിക്കുന്ന, ഉള്ളു തുറന്ന് കാര്യങ്ങളെ പങ്കുവെക്കുന്ന, മനസ്സു തുറന്നുകൊണ്ട് പരസ്പരം ഇടപെടുന്ന അവസ്ഥകൾ ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും കേരളത്തിലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളായ മുഴുവൻ സമൂഹങ്ങളിൽ നിന്നുമുള്ള, മുഴുവൻ വിഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് MSM സംഘടിപ്പിക്കുന്ന പ്രോഫ്കോണുകൾ ഇതുവരെ നടന്നു പോന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് കേരള നദുവത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്ന കഴിഞ്ഞൊരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തന രംഗത്ത് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി ഘടകമായ MSM സംഘടിപ്പിക്കുന്ന 19ാമത് പ്രോഫ്കോൺ 2015 മാർച്ച് മാസത്തിൽ നടക്കുകയാണ്. ആ പ്രോഫ്കോണിൽ കേരളത്തിലെ മുഴുവൻ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെയും പ്രാതിനിധ്യം ഉണ്ടാകുന്ന, മുഴുവൻ പ്രൊഫഷണൽ കലാലയങ്ങളുടെയും പ്രാതിനിധ്യമുണ്ടാകുന്ന ഒരു വലിയ സമ്മേളനം എന്ന നിലക്കാണ് ഇതപര്യന്തം പ്രോഫ്കോണുകൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇത്തവണയും അതുപോലെ വളരെ ആവേശപൂർവമുള്ള, സജീവമായ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് പ്രോഫ്കോണിന് നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും മുഴുവൻ വിദ്യാർത്ഥികളുടെയും സാന്നിധ്യങ്ങളും സഹകരണങ്ങളും പ്രോഫ്കോണിൽ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്നു. വിനീതമായി അത് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.